ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദയും വിക്രമും തമ്മിലുള്ള വിവാഹം രണ്ട് വീട്ടുകാരും കൂടി നാടറിയെ നടത്തണമെന്ന് വേദയുടെ മുത്തശ്ശിയും അമ്മയും കൂടി വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിവാഹം നടത്താനായിട്ട് മാഷും എല്ലാവരും കൂടി ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും വിക്രമ അതിനെ മാക്സിമം എതിർക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷം എല്ലാവരുടെയും നിർബന്ധപ്രകാരം നമ്മുടെ വേദയ്ക്കും വിക്രമിനും വിവാഹം ഒരുങ്ങുകയാണ്. എന്നാൽ ഈ ന്യൂസും കൊണ്ട് നമ്മുടെ രാധയുടെ അടുത്തേക്ക് പാഞ്ഞു ചെല്ലുന്നുണ്ട് കേട്ടോ നന്ദിനി ഒരു ഓട്ടോയൊക്കെ വിളിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. എന്നാൽ ഇതിനു മുമ്പേ തന്നെ രാധയാണെങ്കിൽ ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. രാധയും രാധയുടെ അമ്മയും കൂടി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. രാധ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലേക്കാവുകയാണ് രാധ. ഞാനിനി വിക്രമില്ലാതെ എനിക്കിനി ജീവിക്കണ്ട അമ്മേ, ഞാനിനി ആത്മഹത്യ ചെയ്യും, ഒരിക്കലും വിക്രമിൻ്റെ കൂടെ അല്ലാതെ എനിക്കൊരു ജീവിതം ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് രാധ നിയന്ത്രണം വിട്ട രീതിയിൽ അമ്മയോട് ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നാൽ അമ്മ പറയുന്നുണ്ട്, മോളെ നീ സമാധാനിക്ക്, എല്ലാത്തിനും നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. എന്തായാലും മോള് സമാധാനമായിട്ടിരിക്കുക, എനിക്ക് നീ അല്ലാതെ മറ്റാരാ ഉള്ളതെന്നൊക്കെ ചോദിച്ചിട്ട് രാധയുടെ അമ്മ ആകെ കരയാണ്. അങ്ങനെ നന്ദിനി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും അങ്ങനെ ഒരു തരത്തിൽ രാധയെ പറഞ്ഞൊക്കെ സമാധാനിപ്പിച്ച് നിൽക്കുന്ന സമയത്താണ് നന്ദിനി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ഇവളെന്തിനാണ് ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നതെന്നിങ്ങനെ രാധയുടെ അമ്മ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. നന്ദിനി അങ്ങോട്ടേക്ക് ചെന്നിട്ട് മാക്സിമം നമ്മുടെ വേദയെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് രാധയെ വിക്രമിയോ ആയിട്ട് ഒന്നിപ്പിക്കാനാണ് നന്ദിനി ശ്രമിക്കുന്നത്. ഇനിയിപ്പോൾ നന്ദിനിയാണെങ്കിൽ രാധയോട് പറയുന്നുണ്ട്, രാധെ നിനക്കിപ്പോൾ ഞാൻ നല്ലൊരു ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെയും നമുക്ക് വേദയെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കണം. എന്നിട്ട് അവൾക്ക് അവിടെ കാത്തിരിക്കുന്ന അഡ്വക്കേറ്റ് ഉണ്ടല്ലോ ആദർശൻ, അവളെ വിവാഹം കഴിച്ചിട്ട് അവളങ്ങ് പൊക്കോളും. പിന്നെ നിനക്ക് വിക്രമിൻ്റെ കൂടെ സുഖമായിട്ട് ജീവിക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ നന്ദിനി പറയുന്നുണ്ടെങ്കിലും രാധയുടെ അമ്മ നന്ദിനിയോട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. നീ ഇപ്പോൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? നീയും നിന്റെ വീട്ടുകാരെല്ലാം കൂടി എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം വെച്ചിട്ടാ കളിച്ചത്. എന്നിട്ട് അവനിപ്പോൾ എൻ്റെ മോളെ കൊണ്ടു നടന്ന് സ്നേഹം കാണിച്ച് വിവാഹം കഴിക്കാന്നൊക്കെ പറഞ്ഞ് എൻ്റെ മോളെ പറ്റിച്ചിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ ഒരു വലിയ കൊമ്പത്തെ പുള്ളിയാണല്ലോ അവൾ വലിയ ജഡ്ജിൻ്റെ മോളും പണക്കാരി ഒക്കെയാണല്ലോ. എൻ്റെ മോൾക്ക് അതൊന്നും ഇല്ലല്ലോ. എന്നിട്ടിപ്പോൾ ഒന്നും അറിയാത്ത രീതിയിൽ അവളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങളെല്ലാം നാടൻ കളിപ്പിക്കുക. എന്നിട്ട് ഇപ്പോൾ അതിൻ്റെ കൂട്ടായിട്ട് നീയും കൂടി വന്നേക്കുകയാണോ? എന്നെ എൻ്റെ മോളെയും ഒന്ന് വെറുതെ വിട്ടേര്. ഞങ്ങൾ പാവങ്ങളാ, വെറും പട്ടിണി പാവങ്ങൾ. എൻ്റെ മോള് ഓട്ടോ ഓടിച്ച് കൊണ്ടുവരുന്ന പൈസ കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. നീ ഇവിടെ നിന്ന് ഒന്ന് ഇറങ്ങിപ്പോകാമെന്നൊക്കെ ചോദിച്ചിട്ട് നന്ദിനിയോട് വളരെ ദേഷ്യപ്പെട്ട് തന്നെ വൈകാരികമായിട്ട് തന്നെ രാധയുടെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടിട്ട് രാധയാണെങ്കിൽ പറയുന്നുണ്ട്, അമ്മയൊന്ന് നിർത്തിക്കേ, നന്ദിനി ചേച്ചി ഇതിനകത്തൊന്നും ഉൾപ്പെടുന്നതല്ല. നന്ദിനി ചേച്ചി എന്നെ എപ്പോഴും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഞാൻ വിക്രമേട്ടൻ്റെ ഭാര്യയായിട്ട് വരണമെന്ന് ഏറ്റവും കൂടുതൽ ആ വീട്ടിൽ ആഗ്രഹിക്കുന്നു നന്ദിനേച്ചി തന്നെയാണ്. അമ്മ ആവശ്യമില്ലാതെ ഓരോന്നും പറയുന്നത്. അമ്മ അകത്ത് പോയി നന്ദിനേച്ചിക്ക് ഒരു ചായ എടുത്തേന്ന് ഇങ്ങനെ പറയണം. അത് മോളെ നീ ഇനി ഇവരുടെ വാക്ക് കേട്ടിട്ട് ചതിപ്പെടാൻ പോവാണ്. അമ്മയോടൊന്ന് അകത്തേക്ക് പോകാനല്ലേ എന്ന് പറഞ്ഞിട്ട് രാധ ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ അമ്മ അകത്തേക്ക് പോയി കഴിയുമ്പോഴേക്കും നന്ദിനിയോടായിട്ട് രാധ ചോദിക്കുന്നുണ്ട്, അല്ല ചേട്ടത്തി എന്ത് ഐഡിയയും കൊണ്ടാണ് വന്നേക്കുന്നത്? അതെ, നമുക്ക് രണ്ടുപേർക്കും കൂടി അതെന്തെങ്കിലും തീരുമാനിക്കാം. അവളെ അവിടെ നിന്ന് ഇറക്കണം, ആ ഒറ്റ ഉദ്ദേശമുള്ളെന്ന് ഇങ്ങനെ പറയുമ്പോൾ രാധ പറയുന്നുണ്ട്, അതെ നന്ദിനിയേട്ടത്തി, അവളെ അങ്ങനെ ഇറക്കി വിട്ടാലും അവൾ വീണ്ടും ഓരോ കാര്യം പറഞ്ഞിട്ട് കയറി വരത്തേ ഉള്ളൂ. എന്നിട്ട് രാധ പറയുന്നുണ്ട്, അതെ ഒരു കാര്യം ചെയ്താൽ മതി, നമുക്ക് ഈ വിക്രമേട്ടൻ്റെ ജീവിതത്തിൽ നിന്നല്ല ഈ ഭൂമിയിൽ നിന്ന് തന്നെ അവളെയും ഇല്ലാണ്ടാക്കിയാലോ എന്നിങ്ങനെ കേൾക്കുമ്പോഴേക്കും നന്ദിനിക്ക് ഒരു ടെൻഷനൊക്കെ ആവുന്നുണ്ട്. അയ്യോ രാധേ, അത്രയ്ക്കൊക്കെ വേണോ? അവൾ ആ വീട്ടിൽ നിന്ന് പോയാൽ മതി, അപ്പോൾ എനിക്ക് നിനക്കൊക്കെ ഒത്തിരി സമാധാനമാവും. തന്നെയല്ല നിനക്ക് വിക്രമിൻ്റെ കൂടെ വിവാഹം വന്ന് ഞാൻ വീട്ടിലേക്ക് വരികയും ചെയ്യാം. എനിക്കും ആ വീട്ടിൽ ഇത്തിരി സമാധാനം കിട്ടും. അവൾ വന്നതിൽ പിന്നെ അമ്മയും എല്ലാവരും ആകെ മാറിയിട്ടുണ്ട്. എല്ലാവരും അവള് പറയുന്നതാ കേൾക്കുന്നതെന്ന് ഇങ്ങനെ പറയാട്ടോ. എന്നാൽ രാധ പറയുന്നുണ്ട്, അല്ലാതെ ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്ന എനിക്കൊരു മാർഗം തോന്നുന്നു. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്ദിനിയേട്ടത്തിയുടെ ഐഡിയ പറ, ഞാൻ കേൾക്കട്ടെ എന്നിങ്ങനെ പറയാട്ടോ. അപ്പോഴേക്കും നന്ദിനി പറയുന്നുണ്ട്, എന്തായാലും ഈ വിവാഹം ഇപ്പോൾ നടക്കാൻ പാടില്ല. ഇത് നല്ല നാടറിയെ ഈ വിവാഹം നടന്ന പിന്നെ ഒരിക്കലും വിക്രമിനെയും വേദയും തമ്മിൽ വേർതിരിക്കാനോ നിനക്ക് വിക്രമിൻ്റെ ജീവിതത്തിലേക്ക് വരാനോ കഴിയില്ല. അതിനാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടത് ഇങ്ങനെ പറയാട്ടോ. അങ്ങനെ രാധ പറയുന്നുണ്ട്, അത് ശരി, നന്ദിനിയേട്ടത്തി എൻ്റെ കൂടെ നിന്നാൽ നമുക്ക് അതിനുള്ള വഴി കാണാമെന്നിങ്ങനെ പറയുന്നുണ്ട്.
ഞാനുണ്ടല്ലോ രാധെ, അതുകൊണ്ടാണല്ലോ ഞാൻ ധൃതി വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഓടി വന്നത്. അപ്പോൾ ഞാനൊരു കാര്യം പറയാം. നന്ദിനി എടുത്തി കുറച്ച് ഉറക്ക ഗുളിക അവളുടെ ഉള്ളിൽ എങ്ങനെയെങ്കിലും എത്തിക്കണം. അയ്യോ ഞാനോ? അതെ നന്ദിനി എടുത്തി, അവൾക്ക് വെക്കുന്ന ഭക്ഷണത്തിനകത്ത് കുറച്ച് ഉറക്ക ഗുളിക കൂടുതലായിട്ടങ്ങ് ഇട്ടാൽ മതി. അവൾക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവത്തുമില്ല. അന്നത്തെ ദിവസം അവളെ എഴുന്നേക്കത്തുമില്ല. അതുപോലെ നമുക്ക് എന്തായാലും അവൾ കുറച്ച് ദിവസം ഹോസ്പിറ്റലായിക്കോളും. അത് കഴിയുമ്പോഴത്തേക്കിനെ അവരുടെ കല്യാണമേളങ്ങളൊക്കെ തൽക്കാലം നിന്നോളൂ എന്നിങ്ങനെ പറയാട്ടോ. ഇത് കേൾക്കുന്ന നന്ദിനിക്കും അത് നല്ല ഐഡിയ ആണെന്ന് ഇങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ നിന്ന് പിരിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാധയുടെ അമ്മ ചായയായിട്ട് വരുന്നുണ്ടെങ്കിലും വേണ്ട, ഞാൻ പിന്നെ കുടിച്ചോളാം, ഓട്ടോ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് നന്ദിനിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കയറി പോകുന്നുണ്ട്. രാധയുടെ അമ്മ വന്നിട്ട് രാധയോട് ചോദിക്കുന്നുണ്ട്, എന്താ അവളിപ്പോൾ വന്നിട്ട് എന്തൊപ്പിക്കാനാണ് രണ്ടുപേരും കൂടി? ഒന്നുമില്ലമ്മേ, ഞാനിപ്പോൾ ഹാപ്പിയാണ്, എനിക്ക് വിഷമം ഒന്നുമില്ല, എനിക്ക് എൻ്റെ അമ്മയുടെ സന്തോഷമാണ് വലുതെന്നൊക്കെ പറഞ്ഞിട്ട് രാധ അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. പെട്ടെന്നുള്ള ഒരു രാധയുടെ മാറ്റം കണ്ടിട്ട് അമ്മയ്ക്ക് എന്തോ ഒരു സംശയമൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട്. ഈ സമയം നന്ദിനിയാണെങ്കിൽ പെട്ടെന്ന് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന കണ്ടിട്ട് കമലാമ്മ ചോദിക്കുന്നുണ്ട്, അല്ല നന്ദിനി, നീ എവിടേക്കാ പോയത്? അമ്പലത്തിൽ പോവാൻ പോലും വിളിച്ച നീ വരാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ച. ഒന്നുമില്ലമ്മേ, ഞാനേ പെട്ടെന്നൊരു അമ്പലത്തിലൊന്നും പോയി പ്രാർത്ഥിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് അമ്പലത്തിലും കയറി എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു, പൊട്ടൊക്കെ, അതുകൊണ്ട് പോയതാന്ന് പറഞ്ഞിട്ട് നന്ദിനി പെട്ടെന്ന് പരിഭ്രമിച്ചിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് കമലാമ്മയ്ക്കാണെങ്കിൽ ഒരു പന്തികേടൊക്കെ തോന്നുന്നുണ്ട്. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കിനും നന്ദിനിയും നമ്മുടെ ശ്രീജയുടെ കൂടെ കിച്ചണിൽ കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീജ ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ നന്ദിനി പതിവില്ലാതെ കിച്ചണിലേക്കൊക്കെ? ഇനിയിപ്പോൾ കല്യാണങ്ങളൊക്കെ വരുമല്ലേ ഇവിടെ, ഞാനും ഇനി കിച്ചണിൽ കയറിയില്ലെന്ന് ആരും പരാതി പറയണ്ട. എന്താ ശ്രീചേച്ചി, ശ്രീചേട്ടത്തി ഞാൻ ചെയ്യേണ്ടെന്ന് ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ. നന്ദിനി, ആ പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞു തന്നാൽ മതി, അത് തന്നെ വലിയ ഉപകാരമാണെന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം നന്ദിനിയാണെങ്കിൽ ഇവരെപ്പോഴാണ് കിച്ചണിൽ നിന്ന് ഇറങ്ങുക എന്നുള്ള ഒരു വഴി നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. കമലാമ്മയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പതിവില്ലാതെ ഇന്ന് നന്ദിനി കിച്ചണിലുണ്ടല്ലോ, എന്താ വിശേഷം? ഒന്നുമില്ലമ്മേ, ഇനിയിപ്പോൾ വിക്രമിൻ്റെ വേദിയിലും കല്യാണം വരുമല്ലേ, ഞാനും എല്ലാവരെയും സഹായിക്കാമെന്ന് തോന്നി. അവനോൻ തന്നെ നന്നായല്ലേ, എല്ലാം ഈ വീട്ടിൽ സന്തോഷം ഉണ്ടാവും, അവനോന് സന്തോഷം ഉണ്ടാവും എന്നിങ്ങനെ കമലാമ്മയും പറയുന്നുണ്ടെങ്കിലും കമലാമ്മയ്ക്ക് മനസ്സിലൊരു വല്ലായ്മയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഇവള് എന്തോ ഒപ്പിക്കാനാണല്ലോ, എന്തായാലും ഒന്ന് കരുതിയിരിക്കണം എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ നന്ദിനിയാണെങ്കിൽ എല്ലാവരും എല്ലാ ജോലിയും ഇങ്ങനെ കൂടെ ചെയ്യാണ് കേട്ടോ. കറി വെക്കാനും കറിക്കുള്ളതും ഒക്കെ ചെയ്യുന്നുണ്ട്. നന്ദിനി കിച്ചണിൽ നിന്ന് പോന്നേയില്ല. അങ്ങനെ ശ്രീജ, എന്നാൽ നന്ദിനി ഇവിടെ ഇരിക്കല്ലേ, ഞാൻ പോയി കുളിച്ചിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ശ്രീജ കിച്ചണിൽ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം ആയിട്ടുണ്ട്. കമലാമ്മയും പറയുന്നുണ്ട്, ഞാനും എങ്കിൽ പിന്നെ ഇച്ചിരി നേരം ഒന്ന് കിടക്കട്ടെ, നല്ല മുട്ടിന് വേദന എന്ന് പറഞ്ഞിട്ട് കമലാമ്മയും പോകുന്നുണ്ട് കേട്ടോ. ഇതാണ് അവസരം എന്ന് കരുതിയിട്ട് നന്ദിനി പെട്ടെന്ന് തന്നെ നമ്മുടെ വേദയ്ക്ക് എടുക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ അത് മാറ്റി വെച്ചിട്ടുണ്ട്. വേദ പിന്നീട് ലാസ്റ്റാണ് കഴിക്കാറ്. അപ്പോൾ വേദയ്ക്ക് കുറച്ച് ആദ്യം തന്നെ വിളമ്പി മാറ്റി വയ്ക്കും കേട്ടോ. അങ്ങനെ വിളമ്പി മാറ്റി വയ്ക്കുന്ന ഫുഡിനകത്തേക്ക് പെട്ടെന്ന് തന്നെ കറിയിൽ കുറേ ഉറക്കുകുളിക്ക് ഇങ്ങനെ തട്ടിയിടുകയാണ് കേട്ടോ. എന്നാൽ ഇത് നമ്മുടെ കമലാമ്മ പെട്ടെന്ന് തന്നെ ജനലിൽ കൂടി വന്നിട്ട് ഒളിഞ്ഞ് കാണുന്നുണ്ട്. ഇത് കണ്ടിട്ട് കമലാമ്മ ആകെ ഷോക്കായി പോവാണ് കേട്ടോ. ഈശ്വര, വേദമോളുടെ ഭക്ഷണത്തിൽ ഇവൾ എന്തോ കലക്കുന്നുണ്ടല്ലോ, ഇത്രയും ദുഷ്ടയാണോ ഇവള് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ നന്ദിനി തിരിഞ്ഞ് ചുറ്റും നോക്കുമ്പോഴേക്കും കമലാമ്മ അവിടെ നിന്ന് ഒന്നും അറിയാത്ത രീതിയിൽ മാറിപ്പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദിനി ഉദ്ദേശിച്ച കാര്യം വിജയിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് നന്ദിനി ഒന്നും അറിയാത്ത രീതിയിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. നന്ദിനിയും കമലാമ്മയും ശ്രീജിയാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. ബാക്കി എല്ലാവരും പിന്നീടേ വരത്തുള്ളൂ എന്ന് അച്ഛൻ പറമ്പിൽ കുറച്ചുകൂടി പണിയുണ്ട്, അത് കഴിഞ്ഞിട്ടേ കയറി വരുള്ളൂ എന്നിങ്ങനെ ശ്രീജ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, എന്താ നമുക്ക് ഭക്ഷണം കഴിക്കാം, ഇനിയിപ്പോൾ നമ്മൾ വിശന്നിരിക്കണ്ടല്ലോ, അവർ വരുമ്പോൾ അവർ കഴിക്കട്ടെ എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോഴേക്കും നന്ദിനി പറയുന്നുണ്ട്, അയ്യോ എനിക്കിപ്പോൾ വേണ്ട, നിങ്ങൾ കഴിച്ചോന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, അല്ല നന്ദിനി ഒന്ന് അവിടെ നിന്നേ എന്നിങ്ങനെ പറയുമ്പോൾ നന്ദിനി പെട്ടെന്ന് അവിടെ നിന്ന് ഷോക്കായിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുകയാണ്. എന്താ അമ്മേ, എന്താ? ഞാനേ ഇച്ചിരി നേരം ഒന്ന് കിടന്നിട്ട് വരാം, അമ്മ ഭക്ഷണം കഴിച്ചോ? ഞാനേ കിടന്നിട്ട് വന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം എന്നിങ്ങനെ പറയാം കേട്ടോ. എന്നാൽ കമലാമ്മ പറയുന്നുണ്ട്, അല്ല
ഇന്ന് എന്തായാലും നീയും കൂടിയല്ലേ പാചകമൊക്കെ ചെയ്തത്, അപ്പം നമുക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. വേദയെ കൂടി വിളിക്കും ശ്രീജയെന്ന് ഇങ്ങനെ പറയാട്ടോ. അപ്പോഴേക്കും വേദയോ അവൾ പിന്നെയല്ലേ കഴിക്കുന്നത്, നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷമല്ലേ അവൾ കഴിക്കാറ്, പിന്നിപ്പോൾ ഇന്നെന്താ ഇത്ര നിർബന്ധം അമ്മയ്ക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന്? അല്ല, ഇന്നെന്തായാലും നീയും പറഞ്ഞില്ലേ അവരുടെ കല്യാണമൊക്കെ ആയതുകൊണ്ട് നീയും സന്തോഷത്തിലാണെന്ന്, അപ്പോൾ ഇനി നമ്മൾ ഒന്നിച്ചിരുന്നല്ലേ ആഹാരം കഴിക്കുന്നത്, അപ്പോൾ വേദമൂളം വന്നിരുന്ന് ഭക്ഷണം കഴിക്കട്ടെ എന്നിങ്ങനെ പറയാട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും നന്ദിനിക്ക് ആകെ ഒരു വെപ്രാളമൊക്കെ ആവുന്നുണ്ട്. ഇനി എങ്ങാനും ആ കറി എല്ലാവരും കൂടി മിക്സ് ചെയ്ത് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കേണ്ട വരുമോ എന്നൊക്കെ ഓർത്തിട്ട് നന്ദിനിക്ക് ആകെ ഇങ്ങനെ മനസ്സിലൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ വേദയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, വേദമോളി ഇരിക്കേ, ഇന്ന് ഭക്ഷണം നമുക്ക് ഒന്നിച്ച് കഴിക്കാം. അപ്പോൾ ശ്രീജയും പറയുന്നുണ്ട്, അതെ ഇന്ന് എന്തായാലും ഇവിടെയും സന്തോഷമുള്ള കാര്യമല്ലേ, നന്ദിനിക്കും നല്ല ബുദ്ധിയൊക്കെ തോന്നിയിട്ടുണ്ട്, എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. ഞാനേ ഭക്ഷണം വിളമ്പാന്ന് പറഞ്ഞിട്ട് ശ്രീജ പെട്ടെന്ന് തന്നെ പോയി ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വേദയ്ക്കും മാറ്റി വെച്ചിരിക്കുന്ന ഭക്ഷണം എടുത്തുകൊണ്ടാണ്, കറിയൊക്കെ എടുത്തുകൊണ്ടാണ് ശ്രീജ വരുന്നത്. എന്നിട്ട് ഇതേ ഇനിയിപ്പോൾ വേദയ്ക്ക് വേറെ വേറെ അല്ലല്ലോ, നമ്മൾ ഒന്നിച്ചല്ലേ കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കറി ഇങ്ങനെ ഒന്നിച്ച് ഒഴിക്കാനായിട്ട് പോകുമ്പോഴേക്കും നന്ദിനി പറയുന്നുണ്ട്, അതെ അവൾക്ക് എടുത്തു വെച്ച് മാറ്റി വെച്ച കറിയൊന്നും എനിക്ക് വേണ്ട, ഇത് എനിക്കുള്ളതിൽ നിന്ന് തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് നന്ദിനി ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ നന്ദിനി പറയുന്നുണ്ടെങ്കിലും കമലാമ്മ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാ മാറ്റി വെക്കുന്നത് നന്ദിനി, ഇനിയിപ്പോൾ നീ തന്നെയല്ലേ പറഞ്ഞത് വേദയുടെ പിണക്കമൊന്നും ഇല്ലെന്ന്, അപ്പോൾ ഈ കറി ഇനിയിപ്പോൾ ഒന്നിച്ചൊഴിക്കുന്നതിൽ നിനക്കെന്താ തെറ്റ്? അല്ലമ്മേ, അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലെങ്കിലും ഇവൾ എന്നോട് വഴക്കിട്ടതിനൊന്നും പെട്ടെന്നൊന്നും എനിക്കങ്ങനെ പൊറുക്കാൻ കഴിയില്ല എന്നിങ്ങനെ പറയാം കേട്ടോ. എന്നാൽ കമലാമ്മ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ് ശ്രീജയ്, നമുക്കെല്ലാവർക്കും ആ കറി എടുക്കാം, പിന്നെ വേദയ്ക്കെടുത്ത് മാറ്റി വെച്ചിരുന്ന കറിയില്ലേ ആ കറി നന്ദിനിക്കും അങ്ങ് കൊടുക്കുന്നിങ്ങനെ പറയാട്ടോ. അപ്പോൾ വേദയും വന്നിരുന്ന് സാരമില്ലമ്മേ, ഞാൻ ആ കറി കൂട്ടിക്കോളാം, നന്ദിനിയെടുത്തി വെറുതെ പിണക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ കറി ഇങ്ങനെ തന്നേക്കെന്നിങ്ങനെ പറയാട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ നന്ദിനി ഞാൻ മനസ്സിൽ പറയുന്നുണ്ട്, ഹാവ് ആശ്വാസം, ഇല്ലെങ്കിൽ ഞാൻ തന്നെ അത് കഴിക്കേണ്ട വന്നേനല്ലേ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പോൾ കമലാമ്മ വീണ്ടും പറയുന്നുണ്ട്, അല്ല നീ മിണ്ടാതിരിക്കും വേദേ, എന്തായാലും ആ കറി ഒന്നിച്ചുള്ള കറി നന്ദിനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ ആ കറി തന്നെ നന്ദിനി കൂട്ടിക്കോട്ടെ, വേദ ഇങ്ങോട്ട് ഇരിക്കുന്നു പറഞ്ഞിട്ട് മറ്റേ എല്ലാവർക്കും ഉള്ള കറിയിൽ നിന്ന് ഭക്ഷണമൊക്കെ വിളമ്പി വേദയ്ക്കും കൊടുക്കുന്നുണ്ട് ശ്രീജയും. ശ്രീജയോടായിട്ട് കമലാമ്മ പറയുന്നുണ്ട്, നീ ഇനി എന്തിനാ എല്ലാവർക്കും വിളമ്പാൻ നിൽക്കുന്നത്, എല്ലാവരും ഈ വീട്ടിൽ ഒരുപോലെ ഉള്ളൂ, നീ ഇങ്ങോട്ടേക്ക് ഇരിക്കുന്നു ഇങ്ങനെ പറയാട്ടോ. അങ്ങനെ ശ്രീജയും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ഇവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നുണ്ട്. കമലമ്മ ചോദിക്കുന്നുണ്ട്, എന്താ നന്ദിനി നീ എന്താ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നത്, നീയും ഭക്ഷണം കഴിക്കുന്ന ഇങ്ങനെ പറയട്ടെ. അതമ്മേ എനിക്കിപ്പോൾ തീരെ വിശപ്പില്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. എന്തായാലും സാരമില്ല, ഇപ്പോൾ വിശപ്പില്ലെങ്കിലും കുറച്ചൊന്ന് കഴിക്കേ, എല്ലാവരുടെയും കൂടെ ഒന്ന് കഴിക്കുന്നിങ്ങനെ നിർബന്ധിക്കുകയാണ് കേട്ടോ. നന്ദിനി ആകെ പെട്ടിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് നന്ദിനിക്ക് അറിയില്ല. ഇനിയിപ്പോൾ ഈശ്വര എങ്ങനെയാണ് ഞാനിതിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുക എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാൽ കമലാമ്മയാണെങ്കിൽ നന്ദിനിയുടെ വായ കൊണ്ട് തന്നെ അത് പറയിപ്പിക്കാനാണ് നന്ദിനിയുടെ മുമ്പിൽ തന്നെ അത് വെച്ചിട്ടിങ്ങനെ നോക്കിയിരിക്കുന്നത്. എന്നിട്ട് അവർ ഭക്ഷണം കഴിച്ച് തുടങ്ങുന്നുണ്ടെങ്കിലും നന്ദിനി ആകെ പരിഭ്രമിച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് നന്ദിനി പെട്ടെന്ന് തന്നെ ഒരു പാറ്റ ഇങ്ങനെ തറയിൽ ഇങ്ങനെ ചത്ത് കിടക്കുന്ന കാണുന്നത്. നന്ദിനി പെട്ടെന്ന് തന്നെ അത് പാറ്റ കുനിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. കൈകൊണ്ടെടുത്തിട്ട് പെട്ടെന്ന് കറിക്കകത്തേക്ക് ആരും കാണാതെ ഇടുകയാണ്. എന്നിട്ട് എനിക്ക് അയ്യോ ദേ ഈ കറിക്കകത്തൊരു പാറ്റ വീണ് കിടക്കുന്നു, എന്തായാലും അയ്യോ ഇനിയിപ്പോൾ എനിക്ക് കഴിക്കാൻ വെച്ച കറിയാണെന്ന് അറിഞ്ഞപ്പോൾ ഇനി ഇവൾ എന്തെങ്കിലും ചെയ്തതായിരിക്കും എന്ന് പറഞ്ഞിട്ട് വേദയുടെ മുമ്പിലേക്ക് നോക്കുകയാണ് കേട്ടോ. നന്ദിനിയുടെ ആവശ്യമില്ലാത്തത് പറയരുത്, ഞാൻ ഇപ്പോഴാണ് കിച്ചണിലേക്ക് വരുന്നത് തന്നെയല്ല അത് എനിക്ക് വെച്ചിരുന്ന കറിയാണെന്നല്ലേ നന്ദിനിയുടെ പറഞ്ഞത്, അപ്പോൾ എനിക്കുള്ള കറിയിൽ നന്ദിനിയുടെ ആയിരിക്കും പാറ്റയെ പിടിച്ചിട്ടെന്ന് ഇങ്ങനെ പറയാട്ടോ. ദേ ആവശ്യമില്ലാത്തത് പറയല്ലേടി, നിനക്ക് ഇവിടെ കല്യാണം ഒരുങ്ങുന്നെന്ന് പറഞ്ഞിട്ട് നീ അത്രയ്ക്ക് അങ്ങോട്ട് അഹങ്കരിക്കണ്ട, എന്തായാലും എൻ്റെ സ്ഥാനം കഴിഞ്ഞിട്ടേ നിനക്ക് ഇവിടെയുള്ളൂ, ഞാൻ പറയുന്നത് നീ അനുസരിച്ചാൽ മതിയെന്ന് ഇങ്ങനെ പറയാട്ടോ. ഇത് കേട്ടിട്ട് വേദ പറയുന്നുണ്ട്, അതെ ഇവിടെ ആർക്കും സ്ഥാനം കൂടുതലും കുറവൊന്നുമില്ല, ഈ വീട്ടിലെ 3 മക്കളും ഒരുപോലാണെങ്കിൽ ഈ വീട്ടിലെ 3 മരുമക്കളും ഒരുപോലെ തന്നെയാണെന്നിങ്ങനെ പറയാട്ടോ. ഇത് കേട്ടിട്ട് കമലാമ്മ പറയുന്നുണ്ട്, മതി രണ്ടുപേരും നിർത്തിക്കോ നന്ദിനി, നീ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നിങ്ങനെ ചോദിക്കും. അമ്മേ ഈ പാറ്റ വീണത് കറി ഞാൻ എങ്ങനെയാണ് കഴിക്കാന്നിങ്ങനെ പറയാട്ടോ. എന്നാൽ കമലാമ്മ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എടി നന്ദിനി
നീ കാട്ടിയതെല്ലാം ഈശ്വരനായിട്ട് എൻ്റെ കണ്ണിൽ കാണിച്ചു തന്നു. ഇല്ലെങ്കിൽ എൻ്റെ വേദമുള്ള ഇപ്പോൾ ജീവിച്ചിരിക്കുക തന്നെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പോൾ തൽക്കാലം ഈ കല്യാണത്തിന് ഒക്കെ കഴിഞ്ഞോട്ടെ. ഇപ്പോൾ ആരും അറിയണ്ട. എന്തായാലും നീ തൽക്കാലം രക്ഷപ്പെട്ടു എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ കറി നന്ദിനി തന്നെ ഓടി എടുത്തുകൊണ്ട് പോയി കളയുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നന്ദിനി പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോവാണ് കേട്ടോ. പണി മൊത്തം പാളിയല്ലോ. ഇനി അമ്മ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും എന്നിങ്ങനെ ചോദിക്കും. അമ്മ കാണാനൊന്നും വഴിയില്ല, പിന്നെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ സ്വയം സമാധാനിച്ചുകൊണ്ട് നമ്മുടെ നന്ദിനി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം വിക്രമും ഫുഡ് കഴിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും വേദ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിക്രു ഇരിക്കെ, ഞാൻ ഭക്ഷണം വിളമ്പിത്തരാം. എനിക്ക് എൻ്റെ അമ്മ വിളമ്പി തന്നോളൂ, നിന്റെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ടെന്ന് ഇങ്ങനെ പറയണ്ട. വേണ്ട വിശന്നു വന്നതല്ലേ, അമ്മ ഭക്ഷണം കഴിക്കുമല്ലേ എന്ന് ഓർത്തിട്ടാ. എന്നാലേ അവിടെ വെയിറ്റ് ചെയ്യുക, അമ്മ ഭക്ഷണം കഴിച്ചിട്ട് പതുക്കെ വന്ന് വിളമ്പി തന്നോളൂ എന്നിങ്ങനെ പറയാട്ടോ. അപ്പോൾ നമ്മുടെ വിക്രമിന് നല്ല വിശന്നിട്ടാണ് വരുന്നത്. അതെ, ഞാൻ തന്നെ വിളമ്പി കഴിച്ചോളാം. അമ്മേ ചോറ് എന്തിയെന്ന് ചോദിച്ചിട്ട്, അതെ ചോറും കറികളും എല്ലാം ഇവിടെയുണ്ട്, വേദമോള് വിളമ്പി തരുമെന്ന് ഇങ്ങനെ കമലാമ്മ പറയുമ്പോൾ എന്നാൽ ആരെങ്കിലും വിളമ്പിത്താ, എനിക്ക് വിശന്നിട്ട് വയ്യാന്നിങ്ങനെ പറയാട്ടോ. അങ്ങനെ വഴിക്ക് വാന്ന് പറഞ്ഞിട്ട് വേദ പോയിട്ട് വിക്രമിന് ഫുഡൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.